കോട്ടുമലയിൽ 3 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ് ശൈഖുന കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ മുഖം അവസാനമൊന്ന് കാണാൻ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയ്ക്ക് ശേഷം ബഹുമാനനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകൾ വിട പറഞ്ഞു. ഈ കഴിഞ്ഞ 2016 നമുക്ക് നഷ്ടപ്പെട്ടത് 3 പൂമരങ്ങളെ. ഈ 2017 തുടക്കത്തിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മാസ്റ്റർ ബ്രെയിൻ, സംഘടനാ പാടവത്തിലെ അതുല്യമായ ചാലകശക്തി, അക്ഷര വിപ്ലവത്തിന് ആദർശത്തിന്റെ പരിവേഷമെടുത്ത സുപ്രഭാതത്തിന്റെ കർമ്മസാരഥി, സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കർമ്മനിരതനായ ഒരു പോരാളിയാണ് സംഘടനാ മുഖത്ത് നിന്ന് നഷ്ടപ്പെടുന്നത് എന്നത് മഹാനവറുകളുടെ വിടവ് നികത്താൻ ഇനി ഒരു തത്തുല്യമായ വ്യക്തിത്വത്തെ മനസ്സന്വേഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്റെ ഹൃദയം മുഴുവനും ഇപ്പോഴും കോട്ടുമലയിലാണ്. വ്യക്തിപരമായി എനിക്ക് വലിയ നഷ്ടമാണ് കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ മരണം. ഞാൻ എപ്പോഴും ബന്ധപ്പെടുകയും എന്നോടൊരു ഗുരുതുല്യനെ പോലെ എന്റെ ജീവിതത്തിന്റെ ഓരോ പുരോഗതികളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പല സന്നിഗ്ധ ഘട്ടങ്ങളിൽ എന്നെ സഹായിക്കുകയും ചെയ്ത ബഹുമാനനായ ശൈഖുന കോട്ടുമല ഉസ്താദ് അവറുകൾ വ്യക്തിപരമായി തന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്റെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത ഒരാഘാതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. മരണം ഒരു മഹാസത്യമാണ്. ആ സത്യത്തിന് മുമ്പിൽ മനുഷ്യൻ ഒരു ഭീരുവിനെ പോലെ നിൽക്കലല്ല, ധൈര്യത്തോടുകൂടി മരണത്തെ ഏറ്റുവാങ്ങി പരലോക ജീവിതത്തെ സുഹൃതങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ കഴിയുന്ന ജന്മത്തിന് തങ്ങളുടെ കർമ്മങ്ങളെ മാറ്റിവെക്കുക എന്നതാണ് ഏറ്റവും നല്ല നന്മ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് അവസാനിക്കുമ്പോൾ എല്ലാവരും അവസാനം വരെ ഇരിക്കണം. ഞാനൊരു വലിയ പ്രസംഗത്തിനൊന്നും തയ്യാറെടുക്കുന്നില്ല. മാനസികമായി ശൈഖുനായുടെ മയ്യത്ത് കണ്ടതിന് ശേഷം മാനസികമായി അത്രത്തോളം വലിയൊരു തയ്യാറെടുപ്പുകളൊന്നുമില്ല. എങ്കിലും ഈ വലിയൊരു ജനാവലി ഇവിടെ നിന്ന് പങ്കെടുക്കേണ്ട ഒരു പകുതി ജനാവലി കോട്ടുമലയിൽ ഇപ്പോഴുമുണ്ട്. ധാരാളം ആളുകൾ ഉസ്താദ് ഇന്ന് പരിപാടിയുണ്ടോ, ഞങ്ങൾ വന്നാൽ എത്തുമോ, മയ്യത്ത് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഇവിടുന്ന് പോയ സമസ്തയുടെ പ്രവർത്തകരൊക്കെ മലപ്പുറം ടൗൺ വരെ നീണ്ടു നിൽക്കുന്ന 3 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന 2 വരി ക്യൂ ആണ് കാണാൻ വേണ്ടി നിൽക്കുന്നത്. ആരെയാണ് കാണാൻ നിൽക്കുന്നതെന്നറിയോ? ഞാൻ ഈ സദസ്സിൽ ആദ്യം തന്നെ പറയാൻ, കഴിഞ്ഞ ഒരു പുരുഷായുസ് മുഴുവനും പൈസ പിരിച്ചും പണം പിരിച്ചും സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് ഊടും പാവും നൽകിയ ഒരു മഹാമനുഷ്യനെ കാണാൻ ഒരു വലിയ ജനാവലി റോഡിന്റെ ഇരുഭാഗത്തും കാത്തു നിൽക്കുമ്പോ അദ്ദേഹം ചെയ്ത സേവനം ഈ സാധാരണ മനുഷ്യരുടെ പോക്കറ്റിലിരുന്ന ഭൗതികമായ ജീവിതത്തിന് വേണ്ടി മാത്രം തുടങ്ങിയിരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥകളെ മരിച്ചിട്ടും മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഒരു ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതിനെ വിനിയോഗിക്കാൻ അദ്ദേഹത്തിന്റെ നാവിനും അദ്ദേഹത്തിന്റെ കൈക്കും അദ്ദേഹത്തിന്റെ നായകത്വത്തിനും ദിഷണാബോധത്തിനും കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ആ മനുഷ്യൻ മരണമടഞ്ഞ് കിടക്കുമ്പോൾ ഒരു നോക്ക് കാണാൻ കുടിവെള്ളം പോലുമില്ലാതെ 3 കിലോമീറ്റർ നീളത്തിൽ മലപ്പുറത്തിന്റെ നഗരത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു ക്യൂ ഉണ്ട്. അള്ളാഹു നാളെ നമ്മൾ മരിക്കുമ്പോഴും അങ്ങനെ മരിച്ചു കിടക്കുന്നവനെ കാണാൻ ആയുസ്സിന് അവസാനമൊടുങ്ങി നാവിന്റെ മൂർച്ച നഷ്ടപ്പെട്ട് കഴിയുമ്പോ നിശ്ചലമായി കിടക്കുന്ന നമ്മുടെ മയ്യത്ത് കാണാൻ ഒരു വലിയ ജനാവലിയെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകാവസാനം അടുക്കുകയാണോ? ലോകാവസാനം അടുക്കുകയാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിടത്തേക്ക് കാര്യമെത്തുകയാണോ? ഈ 2016 നമുക്ക് നഷ്ടപ്പെട്ടത് 3 താരകങ്ങള്. മഹാനായ ചെറുശ്ശേരി സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, മഹാനായ ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ. കഴിഞ്ഞ മാസങ്ങളിൽ ഹൃദയത്തിൽ നിന്ന് നൊമ്പരമായി കടന്നുപോയ മഹാനായ കുമരമ്പത്തൂർ ഉസ്താദ് നവറല്ലാഹു മർക്കദ. മൗത്തുൽ ആലിമി മൗത്തുൽ ആലമി, പണ്ഡിതന്മാരുടെ വേർപാട് ലോകത്തിന്റെ വേർപാടാണ്, അത് പ്രപഞ്ചത്തിന്റെ മരണമാണ്. ലോകാവസാനം അടുത്തു വരുമ്പോ പാണ്ഡിത്യം അറിവിനെ ഉയർത്തപ്പെടുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞപ്പോ അറിവിനെ ഉയർത്തപ്പെടുമത്രേ. അറിവിന്റെ ഭണ്ഡാരമായിരുന്നു സൈനുൽ ഉലമ, അറിവിന്റെ വടിവിളക്കായിരുന്നു മുഹഖിഖുൽ ഉലമ, അറിവിന്റെ വടിവിളക്കായിരുന്നു മഹാനായ ആനക്കര ഉസ്താദ്. ഇന്നിനാ 2017 ഇന്നത്തെ രാത്രിയിൽ ഇന്നത്തെ ഉച്ചയ്ക്ക് വാർത്തകേട്ട് തിരിച്ചു നിന്നു ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദർശ ശില്പി, സമസ്തയുടെ നെടുന്നോട് അച്ചുകമ്മച്ചിയുടെ കർമ്മനിരതനായ പോരാളി, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രിയപ്പെട്ട
സാത്വികനായ പരമസാത്വികനായ വിമർശനങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ട് പോയ ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദും വിട പറഞ്ഞു പോയത്രേ. അല്ലാഹുവേ അല്ലാഹുവേ, ഈ ലോകത്തിൽ നിന്ന് പാണ്ഡിത്യം ഉയർത്തപ്പെടുകയാണോ? ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, ഈ മത്സരങ്ങൾ അവസാനിക്കും, ഈ എടുത്തുമുട്ടുകൾ അവസാനിക്കും, നിന്റെ നാരായത്തിന്റെ മഷി അവസാനിക്കുന്ന ദിവസമുണ്ടടാ. നമ്മൾ കരിന്തിരികൾ, നമ്മൾ കരിയിലകൾ, നമ്മിലെ നമ്മൾക്ക് ദാഹമില്ല. നമ്മൾ കരിയിലകൾ, നമ്മൾ കരിന്തിരികൾ, നമ്മിലെ നമ്മൾക്ക് ദാഹമില്ല. നാവ് വരളുന്നുണ്ടെങ്കിൽ മടിക്കണ്ട, നാവിന്ന് നാരായ മുനകളല്ല. നാവ് തൊണ്ട വരളുന്നുണ്ടെങ്കിൽ മടിക്കണ്ട, നാവിന്ന് നാരായ മുനകളല്ല. കരിന്തിരി പോലെ, കത്തിത്തീർന്ന കരിന്തിരി പോലെ അല്ലാഹു തന്നെ ആയുസ്സൊരു ദിവസം മടങ്ങും. 6 അടി മണ്ണിലേക്ക് നിന്നെ പൊലിഞ്ഞു കൊണ്ടുപോകപ്പെടും. കാറ്റത്താടുന്ന കരിയില പോലെ, കാറ്റടിക്കുമ്പോൾ പറന്നു പോകുന്ന കരിയില പോലെ നിന്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ടു പോകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് തൊണ്ട വരളുന്നുണ്ടെങ്കിൽ മടിക്കണ്ട, നാവിന്ന് നാരായ മുനകളല്ല. ആരെയും വിമർശിച്ച, ആരെയും പരിഹസിച്ച നിന്റെ നാവിന്റെ നാരായ മുന ഒടിഞ്ഞെന്റെ മോനെ. ഇന്ന് ദാഹം കൊണ്ട് തൊണ്ട വരണ്ടിട്ട് നീ വീരില്ല ഉമ്മറപ്പടിയിൽ കിടക്കുമ്പോ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ, ഈ പാതിരാത്രി വകത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ നേരെ മലപ്പുറം ടൗണിലേക്ക് പോകുമോ? പാതിരാത്രി അർദ്ധരാത്രി കഴിഞ്ഞിട്ടും തങ്ങളുടെ പ്രിയപ്പെട്ട ശൈഖുനാനെ കാണാൻ 3 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന നിരയിൽ അതിൽ വന്ധ്യവയോധികരുണ്ട്, മുത്തല്ലിമീങ്ങളുണ്ട്, പണ്ഡിത പടുക്കളുണ്ട്, ശിക്ഷണാബോധമുള്ള ക്ഷുഭിത യൗവനത്തിന്റെ ചെറുപ്പക്കാരുണ്ട്. ഞാനിലേക്ക് ചെന്നപ്പോ അടുക്കാൻ കഴിയില്ല. ഇവിടെ വാതിനെത്തണം. സംഘാടകർ SKSSFന്റെ കർമ്മധീരരായ ഇക്കായുടെ സമർപ്പണത്തിന്റെ വോളണ്ടിയർമാര് ദൂരെ കൊണ്ടുപോയി മാനായ കൂട്ടുമല ഉസ്താദിന്റെ മയ്യത്തിന് മുമ്പിലെത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, വിനയത്തിന്റെ ഭാഷയിൽ, സൗഹാർദ്ദത്തിന്റെ ഭാഷയിൽ വിമർശിച്ചാൽ അതിനേക്കാൾ മൂർച്ചയിലുള്ള വാക്കുകളുടെ അക്ഷരത്തെടുത്ത് മുഹമ്മദ് കബീറിന്റെ നാവിലില്ലാത്തത് കൊണ്ടല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷക്കാലങ്ങളോളം സുപ്രഭാതമെന്ന് പറയുന്ന അക്ഷര വിപ്ലവത്തിനൂടും പാവം നൽകിയ മഹാനായ കൂട്ടുമല ഉസ്താദ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ച ബഹുമാനപ്പെട്ട ശൈഖുനാ കൂട്ടുമല ഉസ്താദിനെ അല്ലാഹു മർക്കടാ. മോനെ പോയി നോക്കടാ, മലപ്പുറം തെരുവിന് കിലോമീറ്ററോളം ആളുകൾ മയ്യത്തുകൾ കാണാൻ നിൽക്കുകയാ. ആ പണ്ഡിത പടു ചെയ്ത ജോലി ഏതെന്നറിയോ? അദ്ദേഹം മയ്യത്താറോയിലെ ശാസ്ത്രജ്ഞനായിരുന്നില്ല, അദ്ദേഹം സാഹിത്യ ഭൂങ്കവനായിരുന്നില്ല, സാംസ്കാരിക നായകനായിരുന്നില്ല. ആ മനുഷ്യൻ ആകാശത്തിലേക്ക് അഗ്നിമിസൈൽ പറഞ്ഞു കൊടുത്ത അബുൽ കലാമിന്റെ പിന്തുണാവകാശിയായിരുന്നില്ല. ആ മനുഷ്യൻ ചെയ്ത ജോലിയേടാ. നാടും നഗരവും ആടിയും മടക്കടലും കിടന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി കടമേരി റഹ്മാനി അറബി കോളേജ് ഈ വിനീതൻ 3 വർഷം തുടർച്ചയായിട്ട് അവിടെ വാത് പറഞ്ഞിട്ടുണ്ട്. എഴുതുന്നവര് കേട്ടോ, ഓരോ വർഷവും 1 കോടി 1.25 കോടി രൂപ പിരിച്ച് കടമേരിയിലെ പെണ്ണുങ്ങള് കാതിൽ നിന്ന് ഊരിത്തന്ന വളയും സ്വർണവും ആ അറബി കോളേജിന് വേണ്ടി എല്ലാ വർഷവും ഞാൻ വാതിൽ പോവാറുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ മാസം എന്നെ കണ്ടപ്പോ ഇപ്രാവശ്യം ഏപ്രിൽ വരൂല അത് പറയാൻ ഞാൻ പറഞ്ഞു, ഉസ്താദ് വിളിച്ചാ വരാതിരിക്കുമോ, ഉസ്താദ് വിളിച്ചാൽ വരാതിരിക്കുമോ എന്ന് പറഞ്ഞ എന്റെ ചെവിയിൽ നിന്ന് ചെറു ഉസ്താദിനെ അള്ള വിളിച്ചു. ആ മനുഷ്യൻ ചെയ്ത ജോലിയേതാ? നാടും നഗരവും സഞ്ചരിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ കൈനീട്ടിയിട്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനും സുപ്രഭാതം ദിനപത്രത്തിനു വേണ്ടി പൈസ പിരിച്ചിട്ട് ഒരക്ഷരത്തിന്റെയും മാതീയതയും വിപ്ലവം നടത്തിയ മനുഷ്യൻ മരിച്ചു കിടന്നപ്പോ കാണാൻ കിലോമീറ്ററോളം ആളുകൾ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കാകടിയം മരിച്ചു കിടന്നാലും മയ്യത്ത് കാണാൻ 10 പേര് പോലും തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത കല്ലിമുള്ളിന്റെ ജീവിതം നയിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് 1000 വട്ടം ഞാനൊരു കുതിര ശക്തിയോട് ആവർത്തിച്ചു പറയാ,
ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും ഫേസ്ബുക്കിലെ സോഷ്യൽ മീഡിയയിലും പറഞ്ഞിട്ടുണ്ട്. മതപ്രഭാഷകരെ ചോദിച്ചത് മലബാറിൽ പ്രഭാഷകരില്ലാത്തത് കൊണ്ടാണ് തെക്കിൽ നീ കോപാളികളെ എടുത്തുകൂട്ടിയത്. മോനെ അല്ല കുട്ട, മലബാറിൽ പ്രഭാഷകരില്ലാത്തത് കൊണ്ടല്ല. ഇതാരുടെ നാടെന്നറിയോ? ഇത് ശംസുൽ ഉലമയുടെ നാട്, ഇത് റഈസുൽ മുഹദ്ദിസീന്റെ നാട്. അക്ഷരത്തിന്റെ വിപ്ലവം കൊണ്ട് ലോകത്തെ ധരിപ്പിച്ച കെ.ടി. മാനുമുസ്ലിയാരുടെ നാട്. മലബാറിൽ അക്ഷരത്തിന്റെ പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ടല്ല. അറിവ് എവിടെ നിന്ന് വന്നാലും അതിനെ രണ്ട് കൈയിൽ നിന്ന് സ്വീകരിക്കുന്ന മലബാറിലെ ഉലമാക്കളുടെ ഹൃദയത്തിന്റെ വിശാലതയാണ്. എന്നെ പോലെയുള്ള പ്രവാചകർ ഇവിടെ വന്നത് ഇവിടെ നിന്ന് വടക്കോട്ടും വരാറുണ്ട്. ആലിക്കുട്ടി ഉസ്താദ് കഴിഞ്ഞയാഴ്ച ഓച്ചിറയിൽ പ്രസംഗിച്ചു. എന്തെന്നറിയോ? അറിവിന്റെ വിതരണത്തിന് തെക്കും വടക്കുമെന്ന അതിർത്തി വരമ്പ് നിശ്ചയിച്ചാൽ അത് അവസാന ലോകത്തിന്റെ അടയാളമാണ്. ഇത് അറിവിന്റെ പ്രസരണമാണ് മോനെ, ഇല്ലാത്തത് കൊണ്ടല്ല. ഇത് അറിവിന്റെ പ്രസരണമാണ്. 1000 കുതിരശക്തിയോട് അഹമ്മദ് കബീർ പറയാ, ഇനി ഞാൻ പണം പിരിക്കും, ഇനി ഞാൻ സ്വർണം ചോദിക്കും. ഏതൊക്കെ പെണ്ണിന്റെ വള കിടക്കുന്നു അതൊക്കെ എത്തിയാനക്കും പള്ളിക്ക് വേണ്ടി പിരിച്ചു കൊടുത്താൽ ഈ ലോകത്ത് ഈ കൂറ്റമ്പാറയിലും ഈ നിലമ്പൂരും പരിസര പ്രദേശത്തും ഏതൊക്കെ പള്ളിയുടെ മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്നു. അവിടെയൊക്കെ ഉമ്മമാര് അലിക്കത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാരണവന്മാര് പാടവും പറമ്പും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ വരെ ഒരു നേരത്തെ അധ്വാനത്തിന്റെ പൈസ കൊടുത്തിട്ട് ഒരു മദ്രസയും പള്ളിയും ഉയർന്നിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. കോട്ടുമല ഉസ്താദിന്റെ മയ്യത്തിന്റെ മുമ്പിലാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, നാളെ അഹമ്മദ് കബീർ മരിച്ചു എന്ന് കേട്ടാൽ എന്റെ മയ്യത്തിന്റെ പുറകിൽ നിസ്കരിക്കാൻ 10,000 ആളുകളെ, അതും മതത്തിന്റെ ചൂഷണമല്ല, മതം ഉപയോഗിച്ചിട്ട് ചൂഷണം ചെയ്തിട്ടല്ല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലും മദീനത്തെ പള്ളിയിൽ ഇരുന്ന് തബൂക്ക് യുദ്ധത്തിന് പോകാൻ വഅദ് പറഞ്ഞപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വീട്ടിലേക്ക് പോയിട്ട് അവസാനം കിടന്നിറങ്ങുന്ന ഈത്തപ്പന മരത്തിന്റെ ഓലമരന്നുണ്ടാക്കിയ പായയും വെള്ളം കുടിക്കാൻ വീട്ടിൽ വെച്ച തോൽപാത്രവും കയ്യിലെടുത്തിട്ട് നബിയെ യാ റസൂലല്ലാഹ് സദഖതയില് നീ അബൂബക്കറിന്റെ വീട്ടിലേ ഉള്ളു നബിയെ. കിടക്കുന്ന തലപ്പായയും കുടിക്കുന്ന തോൽപാത്രവും കൊണ്ടുപോയി സദഖ ചെയ്തിട്ടാണ് മുത്ത് റസൂൽ ദീൻ വളർത്തിയത്. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ.